ശമൂവേലിന്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കിനെ സംഹരിച്ചു മടങ്ങിവന്ന് സിഗ്ലാഗിൽ 2 ദിവസം പാർക്കുകയും ചെയ്ത ശേഷം 3-ാം ദിവസം ഒരാൾ വസ്ത്രം കീറിയും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് ശൗലിൻ്റെ പാളയത്തിൽ നിന്ന് വന്നു. ദാവീദിൻ്റെ അടുക്കലെത്തി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. ദാവീദ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന്, ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാകുന്നു എന്നവൻ പറഞ്ഞു. ദാവീദ് അവനോട്, കാര്യം എന്തായി, പറക എന്ന് ചോദിച്ചു. അതിനവൻ, ജനം പടയിൽ തോറ്റോടി, ജനത്തിൽ അനേകർ പട്ടുവീണു, ശൗലും അവൻ്റെ മകനായ യോനാഥാനും കൂടെ പട്ടുപോയി എന്നുത്തരം പറഞ്ഞു. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ്, ശൗലും അവൻ്റെ മകനായ യോനാഥാനും പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന്, വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയ ഗിൽബോവ പർവ്വതത്തിലേക്ക് ചെന്നപ്പോൾ ശൗൽ തൻ്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേരും കുതിരപ്പടയും അവനെ തുടർന്നടുക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ട് വിളിച്ചു. അടിയനിതാ എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന്, ഞാനൊരു അമാലേക്കിൻ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എൻ്റെ ജീവൻ മുഴുവനും എന്നിലിരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവൻ്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനൻ്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ ദാവീദ് തൻ്റെ വസ്ത്രം പറിച്ചു കീറി. കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ച് കരഞ്ഞു, സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന്, ഞാനൊരു അന്യജാതിക്കാരൻ്റെ മകൻ, ഒരു അമാലേക്കൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കൈ ഒങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവനെ വെട്ടിക്കൊന്നു. ദാവീദ് അവനോട്, നിന്റെ രക്തം നിന്റെ തലമേൽ, യഹോവയുടെ അഭിഷിക്തനെ ഞാൻ കൊന്നു എന്ന് നീ നിന്റെ വായ് കൊണ്ട് തന്നെ നിനക്ക് വിരോധമായി സാക്ഷീകരിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും കുറിച്ച് ഈ വിലാപഗീതം ചൊല്ലി. അവൻ യഹൂദ മക്കളെ ഈ ധനൂർ ഗീതം അഭ്യസിപ്പിപ്പാൻ കൽപ്പിച്ചു. അത് ശൂരന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേലേ, നിന്റെ പ്രതാപമായവർ നിന്റെ ഗിരികളിൽ നിഹതന്മാരായി. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? ഗത്തിൽ അത് പ്രസിദ്ധമാക്കരുതേ. അസ്കലോൻ വീഥികളിൽ ഘോഷിക്കരുതേ. ഫെലിസ്തീയ പുത്രിമാർ സന്തോഷിക്കരുതേ. അഗ്രചർമ്മികളുടെ കന്യകമാർ ഉല്ലസിക്കരുതേ. ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളുടെ മേൽ മഞ്ഞോ മഴയോ പെയ്യാതെയും വഴിപാട് നിലങ്ങൾ ഇല്ലാതെയും പോകട്ടെ. അവിടെയല്ലോ വീരന്മാരുടെ പരിച എറിഞ്ഞു കളഞ്ഞത്. ശൗലിൻ്റെ തൈലാഭിഷേകമില്ലാത്ത പരിച തന്നെ. നിഹതന്മാരുടെ രക്തവും വീരന്മാരുടെ മേധസ്സും വിട്ട് യോനാഥാൻ്റെ വില്ല് പിന്തിരിഞ്ഞില്ല. ശൗലിൻ്റെ വാൾ വൃഥാ പോന്നതുമില്ല. ശൗലും യോനാഥാനും ജീവകാലത്ത് പ്രീതിയും വാത്സല്യവും പൂണ്ടിരുന്നു. മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അവർ കഴുകനിലും വേഗവാന്മാർ, സിംഹത്തിലും വീര്യന്മാർ. ഇസ്രായേൽ പുത്രിമാരെ, ശൗലിനെ ചൊല്ലിക്കരവിൻ. അവൻ നിങ്ങളെ ഭംഗിയായി രക്താംബരം ധരിപ്പിച്ചു, നിങ്ങളുടെ വസ്ത്രത്തിന്മേൽ പൊന്നാഭരണം അണിയിച്ചു. യുദ്ധമധ്യേ വീരന്മാർ പട്ടുപോയതെങ്ങനെ? നിന്റെ ഗിരികളിൽ യോനാഥാൻ നിഹതനായല്ലോ. യോനാഥാനെ, എൻ്റെ സഹോദര, നിന്നെ ചൊല്ലി ഞാൻ ദുഃഖിക്കുന്നു. നീ എനിക്ക് അതിവത്സരൻ ആയിരുന്നു. നിൻ പ്രേമം കളത്ര പ്രേമത്തിലും വിസ്മയമേറിയത്. വീരന്മാർ പട്ടുപോയത് എങ്ങനെ? യുദ്ധായുധങ്ങൾ നശിച്ചു പോയല്ലോ. ശമൂവേലിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം. അനന്തരം ദാവീദ് യഹോവയോട്, ഞാൻ യഹൂദ്യ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു. യഹോവ അവനോട്, ചെല്ലുകയെന്ന് കൽപ്പിച്ചു. ഞാൻ എവിടേക്ക് ചെല്ലേണ്ടുവെന്ന് ദാവീദ് ചോദിച്ചതിന്, ഹെബ്രോനിലേക്ക് എന്ന അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദ് ഇസ്രായേൽക്കാരത്തി അഹീനോവം, കർമ്മേലിൻ നാബാലിൻ്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ 2 ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു.
ദാവീദ് തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടുപോയി. അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. ഗിലെയാദിലെ യാബേഷ് നിവാസികളായിരുന്നു ശൗലിനെ അടക്കം ചെയ്തതെന്ന് ദാവീദിന് അറിവ് കിട്ടി. ദാവീദ് ഗിലെയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. നിങ്ങളുടെ യജമാനായ ശൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്തുകൊണ്ട്, നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ, യഹോവ നിങ്ങളുടെ ദയയും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും. ആകയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ. നിങ്ങളുടെ യജമാനായ ശൗൽ മരിച്ചുപോയല്ലോ. യഹൂദാ ഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു. എന്നാൽ ശൗലിൻ്റെ സേനാധിപതിയായ നേരിൻ്റെ മകൻ അബ്നേർ ശൗലിൻ്റെ മകനായ ഈഷ്ബോഷത്തിനെ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനെ ഗിലെയാദ്, അശൂരി, ഇസ്രയേൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിങ്ങനെ എല്ലാ ഇസ്രയേലർക്കും രാജാവാക്കി. ശൗലിൻ്റെ മകനായ ഈഷ്ബോഷത്ത് ഇസ്രയേലിൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. അവൻ 2 സംവത്സരം വാണു. യഹൂദാ ഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു. ദാവീദ് ഹെബ്രോനിൽ യഹൂദാ ഗൃഹത്തിന് രാജാവായിരുന്ന കാലം 7 സംവത്സരവും 6 മാസവും തന്നെ. നേരിൻ്റെ മകൻ അബ്നേരും ശൗലിൻ്റെ മകനായ ഈഷ്ബോഷത്തിൻ്റെ ചേവകരും മഹനയീമിൽ നിന്ന് ഗിബെയോനിലേക്ക് വന്നു. അപ്പോൾ സെരൂയിയുടെ മകനായ യോവാബും ദാവീദിൻ്റെ ചേവകരും പുറപ്പെട്ട് ഗിബെയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു. അവർ കുളത്തിൻ്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിൻ്റെ അപ്പുറത്തും ഇരുന്നു. അബ്നേർ യോവാബിനോട്, ബാല്യക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാകട്ടെ എന്ന് യോവാബും പറഞ്ഞു. അങ്ങനെ ബെന്യാമീനരുടെയും ശൗലിൻ്റെ മകനായ ഈഷ്ബോഷത്തിൻ്റെയും ഭാഗത്തുനിന്ന് 12 പേരും ദാവീദിൻ്റെ ചേവകരിൽ 12 പേരും എണ്ണമൊത്ത് എഴുന്നേറ്റു തമ്മിലടുത്തു. ഓരോരുത്തൻ താൻ്റെ എതിരാളിയെ മുടിക്കു പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തിക്കടത്തി ഒരുമിച്ച് വീണു. അതുകൊണ്ട് ഗിബിയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരീം എന്നു പേരായി. അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി. അബ്നേരും ഇസ്രയേലരും ദാവീദിൻ്റെ ചേവകരോട് തോറ്റുപോയി. അവിടെ യോവാബ്, അബീഷായി, അസാഹേൽ ഇങ്ങനെ സെരൂയിയുടെ 3 പുത്രന്മാരും ഉണ്ടായിരുന്നു. അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു. അസാഹേൽ അബ്നേരിനെ പിന്തുടർന്നു. അബ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല. അബ്നേർ പുറകോട്ട് നോക്കി, നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അബ്നേർ അവനോട്, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തിനെ പിടിച്ച് അവൻ്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല. അബ്നേർ അസാഹേലിനോട്, എന്നെ വിട്ടുപോക, ഞാൻ നിന്നെ വെട്ടി വീഴിക്കുന്നത് എന്തിന്? പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു. എന്നെ അറിയും, വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല. അബ്നേർ അവനെ കുന്തം കൊണ്ട് പുറക്കോട്ട് വയറ്റു തൂത്തി. കുന്തം മറുവശത്ത് പുറപ്പെട്ടു. അവൻ അവിടെ തന്നെ വീണു മരിച്ചു. അസാഹേൽ മരിച്ചു കിടന്നിടത്ത് വന്നവരൊക്കെയും നിന്നു. യോവാബും അബീഷായിയും അബ്നേരിനെ പിന്തുടർന്നു. അവർ ഗിബെയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിൻ്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ബെന്യാമീനർ അബ്നേരിൻ്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു. അപ്പോൾ അബ്നേർ യോവാബിനോട്, വാൾ എന്നും സംഹരിച്ചു കൊണ്ടിരിക്കുമോ? ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ? സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് യോവാബ്, ദൈവത്താണ്, നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങിപ്പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ യോവാബ് കാഹളം ഊതിച്ചു. ജനമൊക്കെയും നിന്നു. ഇസ്രയേലിനെ പിന്തുടർന്നില്ല, പൊരുതതുമില്ല. അബ്നേരും അവൻ്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി കടന്ന് യോർദാൻ കടന്ന് ബിത്രോണിൽ കൂടി ചെന്ന് മഹനയീമിലെത്തി. യോവാബും അബ്നേരിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. ജനത്തെയൊക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിൻ്റെ ചേവകരിൽ 19 പേരും അസാഹേലും ഇല്ലായിരുന്നു. എന്നാൽ ദാവീദിൻ്റെ ചേവകർ ബെന്യാമീനരെയും അബ്നേരിൻ്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ 360 പേരെ സംഹരിക്കുകയും ചെയ്തിരുന്നു. അസാഹേലിനെ അവർ എടുത്ത് ബെത്ലഹേമിൽ അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു.
യോവാബും അവൻ്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി. ശമൂവേലിന്റെ 2-ാം പുസ്തകം 3-ാം അധ്യായം. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ ദീർഘകാലം യുദ്ധം നടന്നു. എന്നാൽ ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗ്രഹം ക്ഷയിച്ചും വന്നു. ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രന്മാർ ജനിച്ചു. ഇസ്രയേൽക്കാരത്തിയായ അഹീനോവും പ്രസവിച്ച അമ്നോൻ അവന്റെ ആദ്യജാതൻ. കർമ്മേല്യൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ പ്രസവിച്ച കിലയാബ് 2-ാമത്തവൻ. ഗശൂർ രാജാവായ തൽമയുടെ മകൾ മയഖയുടെ മകനായ അബ്ശാലോം 3-ാമത്തവൻ. ഹഗീത്തിന്റെ മകനായ അദോനിയാവ് 4-ാമത്തവൻ. അബീദാലിന്റെ മകനായ ശെഫത്യാവ് 5-ാമത്തവൻ. ദാവീദിന്റെ ഭാര്യയായ എഗ്ല പ്രസവിച്ച ഇത്രയാം 6-ാമത്തവൻ. ഇവരാകുന്നു ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ചവർ. ശൗലിന്റെ ഗ്രഹവും ദാവീദിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന കാലത്ത് അബ്നേർ ശൗലിന്റെ ഗ്രഹത്തിൽ തന്നെത്താൻ ബലപ്പെടുത്തിയിരുന്നു. എന്നാൽ ശൗലിന് അയ്യാവിന്റെ മകളായ റിസ്പ എന്നു പേരുള്ള ഒരു വെപ്പാട്ടി ഉണ്ടായിരുന്നു. ഈശ്ബോഷത്ത് അബ്നേരിനോട്, നീ എൻ്റെ അപ്പന്റെ വെപ്പാട്ടിയുടെ അടുക്കൽ ചെന്നത് എന്ത് എന്ന് ചോദിച്ചു. അബ്നേർ ഈശ്ബോഷത്തിന്റെ വാക്ക് നിമിത്തം ഏറ്റവും കോപിച്ചു പറഞ്ഞത്, ഞാൻ യഹൂദ പക്ഷത്തിലുള്ള ഒരു നായ്ത്തലയോ? ഇന്ന് ഞാൻ നിന്റെ അപ്പനായ ശൗലിന്റെ ഗ്രഹത്തോടും അവന്റെ സഹോദരന്മാരോടും സ്നേഹിതന്മാരോടും ദയ കാണിക്കുകയും നിന്നെ ദാവീദിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കുകയും ചെയ്തിരിക്കെ ഇന്ന് ഈ സ്ത്രീ നിമിത്തം നീ എന്നെ കുറ്റം ചുമത്തുന്നുവോ? ശൗലിന്റെ ഗ്രഹത്തിൽ നിന്ന് രാജ്യത്വം മാറ്റുകയും ദാവീദിന്റെ സിംഹാസനം ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രയേലിലും യഹൂദയിലും സ്ഥാപിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം യഹോവ ദാവീദിനോട് സത്യം ചെയ്തതുപോലെ ഞാൻ അവന് സാധിപ്പിച്ചു കൊടുക്കാതിരുന്നാൽ ദൈവം അബ്നേരിനോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ. അവൻ അബ്നേരിനെ ഭയപ്പെടുകൊണ്ട് അവനോട് പിന്നെ ഒരു വാക്കും പറവാൻ കഴിഞ്ഞില്ല. അനന്തരം അബ്നേർ ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ദേശമാർക്കുള്ളത് എന്നോട് ഉടമ്പടി ചെയ്യുക, എന്നാൽ എല്ലാ ഇസ്രയേലിനെയും നിന്റെ പക്ഷത്തിൽ വരുത്തേണ്ടതിന് എന്റെ സഹായം നിനക്ക് ഉണ്ടാകും എന്ന് പറയിച്ചു. അതിനവൻ, നല്ലത്, ഉടമ്പടി ചെയ്യാം. എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് ആവശ്യപ്പെടുന്നു. നീ എന്നെ കാണുവാൻ വരുമ്പോൾ ആദ്യം തന്നെ ശൗലിന്റെ മകളായ മീഖളിനെ കൂട്ടിക്കൊണ്ട് വരാതിരുന്നാൽ നീ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിന്റെ മകനായ ഈശ്ബോഷത്തിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ വിവാഹ നിശ്ചയത്തിന് ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മം കൊടുത്തു വാങ്ങിയ എൻ്റെ ഭാര്യയായ മീഖളിനെ ഏൽപ്പിച്ചു തരിക എന്ന് പറയിച്ചു. ഈശ്ബോഷത്ത് അവളെ ലയീഷിന്റെ മകനായി അവളുടെ ഭർത്താവായ ഫയൽത്തീന്റെ അടുക്കൽ നിന്ന് വരുത്തി. അവളുടെ ഭർത്താവ് കരഞ്ഞും കൊണ്ട് ബഹൂരീം വരെ അവളുടെ പിന്നാലെ വന്നു. അബ്നേർ അവനോട്, നീ മടങ്ങിപ്പോക എന്ന് പറഞ്ഞു. അവൻ മടങ്ങിപ്പോയി. എന്നാൽ അബ്നേർ ഇസ്രയേൽ മൂപ്പന്മാരോട് സംസാരിച്ചു. ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായുള്ളൂ നിങ്ങൾ അന്വേഷിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവിൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രയേലിനെ ഫിലിസ്ത്യർ മുതലായ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീനരോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രയേലിനും ബെന്യാമീൻ ഗോത്രത്തിനൊക്കെയും സമ്മതമായതെല്ലാം ദാവീദിനോട് അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. ഇങ്ങനെ അബ്നേറും അവനോടുകൂടെ 20 പുരുഷന്മാരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേറിനും കൂടെയുള്ളവർക്കും വേണ്ടി ഒരു വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രയേലൊക്കെയും യജമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ നിന്റെ അടുക്കൽ കൂട്ടിവരുത്തും. അപ്പോൾ നീ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും രാജാവായിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബ്നേറിനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പോയി. അപ്പോൾ ദാവീദിന്റെ ചേവകരും യോവാബും ഒരു കവർച്ച പട കഴിഞ്ഞ് വളരെ കൊള്ളയുമായി മടങ്ങി വന്നു. എന്നാൽ ദാവീദ് അബ്നേറിനെ യാത്ര അയക്കുകയും അവൻ സമാധാനത്തോടെ പോവുകയും ചെയ്തിരുന്നതിനാൽ അവൻ അന്നേരം ദാവീദിന്റെ അടുക്കൽ ഇല്ലായിരുന്നു. യോവാബും കൂടെയുള്ള സൈന്യമൊക്കെയും വന്നപ്പോൾ നേരിന്റെ മകനായ അബ്നേർ രാജാവിന്റെ അടുക്കൽ വന്നു. അവൻ അവനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പോയി എന്നിങ്ങനെ യോവാബിന് അറിവ് കിട്ടി. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്നു, എന്താകുന്നു ഈ ചെയ്തത്? അബ്നേർ നിന്റെ അടുക്കൽ വന്നിരുന്നല്ലോ, അവനെ പറഞ്ഞയച്ചത് എന്ത്? അവൻ പോയല്ലോ. നേരിന്റെ മകനായ അബ്നേരിനെ നീ അറിയുകയില്ലേ? നിന്നെ ചതിപ്പാനും നിന്റെ പോക്കും വരവും ഗ്രഹിപ്പാനും നീ ചെയ്യുന്നതൊക്കെയും അറിവാനുമല്ലോ അവൻ വന്നത് എന്ന് പറഞ്ഞു. യോവാബ് ദാവീദിന്റെ അടുക്കൽ നിന്ന് പുറത്തിറങ്ങി
അബ്നേറിന്റെ പിന്നാലെ ദൂതന്മാരെ അയച്ചു. അവർ അവനെ സീര കിണറ്റിനരികിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ദാവീദ് അത് അറിഞ്ഞില്ല താനും. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിൽക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസാഹേലിന്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ നേരിന്റെ മകനായ അബ്നേറിന്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജത്വത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല. അത് യോവാബിന്റെ തലമേലും അവന്റെ പിതൃഭവനത്തിന്മേലൊക്കെയും ഇരിക്കട്ടെ. യോവാബിന്റെ ഗൃഹത്തിൽ സ്രവക്കാരനോ കുഷ്ഠരോഗിയോ വടികുത്തി നടക്കുന്നവനോ വാടിനാൽ വീഴുന്നവനോ ആഹാരത്തിനു മുട്ടുള്ളവനോ വിട്ടൊഴിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അബ്നേർ ഗിബിയോനിലെ യുദ്ധത്തിൽ തങ്ങളുടെ അനുജനായ അസഹേലിനെ കൊന്നതുകൊണ്ട് യോവാബും അവന്റെ സഹോദരനായ അബീശായും ഇങ്ങനെ അവനെ കൊന്നുകളഞ്ഞു. ദാവീദ് യോവാബിനോടും അവനോട് കൂടെയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല ഉടുത്ത് അബ്നേറിന്റെ മുമ്പിൽ നിന്ന് നടന്ന് വിലപിപ്പിൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിന്റെ പിന്നാലെ നടന്നു. അവർ അബ്നേരിനെ ഹെബ്രോനിൽ അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേരിന്റെ ശവക്കുഴിക്കൽ ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. രാജാവ് അബ്നേരിനെ കുറിച്ച് വിലാപഗീതം ചൊല്ലിയതെന്തെന്നാൽ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടത്. നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വൈകും മുമ്പേ ജനമെല്ലാം ദാവീദിനെ ഭക്ഷണം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ, സൂര്യൻ അസ്തമിക്കും മുമ്പേ ഞാൻ അപ്പമെങ്കിലും ഒരു യാതൊന്നെങ്കിലും ആസ്വദിച്ചാൽ ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം ചെയ്തു പറഞ്ഞു. ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തതൊക്കെയും സർവ്വജനത്തിനും ബോധിച്ചിരുന്നത് പോലെ ഇതും അവർക്ക് ബോധിച്ചു. നേരിന്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടെ അല്ല എന്ന് സകല ജനത്തിനും ഇസ്രയേലിനൊക്കെയും അന്ന് ബോധ്യമായി. രാജാവ് തൻ്റെ ഭൃത്യന്മാരോട്, ഇന്ന് ഇസ്രയേലിൽ ഒരു പ്രഭുവും മഹാനുമായവൻ പട്ടുപോയി എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാൻ രാജാഭിഷേകം പ്രാപിച്ചവൻ എങ്കിലും ഇന്ന് ബലഹീനനാകുന്നു. സെരൂയിയുടെ പുത്രന്മാരായ ഈ പുരുഷന്മാർ എനിക്ക് ഒതുങ്ങാത്ത കഠിനന്മാരത്രേ. ദുഷ്ടത പ്രവർത്തിച്ചവന് അവൻ്റെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം യഹോവ പകരം കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ശമൂവേലിന്റെ 2-ാം പുസ്തകം 4-ാം അധ്യായം. അബ്നേർ ഹെബ്രോനിൽ വെച്ച് മരിച്ചു പോയത് ശൗലിന്റെ മകൻ കേട്ടപ്പോൾ അവന് ധൈര്യം ക്ഷയിച്ച് ഇസ്രയേലിലൊക്കെയും ഭ്രമിച്ചുപോയി. എന്നാൽ ശൗലിന്റെ മകനും പടനായകന്മാരായ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരുത്തിന് ബാന എന്നും മറ്റവന് രേഖാബ് എന്നും പേർ. അവർ ബെന്യാമീനിൽ ബെരോത്യനായ റിമ്മോന്റെ പുത്രന്മാർ ആയിരുന്നു. ബെരോത്ത് ബെന്യാമീനിൽ ഉൾപ്പെട്ടതായി വിചാരിച്ചു വരുന്നു. ബെരോത്യർ ഗിദ്ദയീമിലേക്ക് ഓടിപ്പോയി ഇന്ന് വരെയും അവിടെ പരദേശികളായി പാർക്കുന്നു. ശൗലിന്റെ മകനായ യോനാഥാന് 2 കാലും മുടന്തായിട്ട് ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രയേലിൽ നിന്ന് ശൗലിൻ്റെയും യോനാഥാൻ്റെയും വർത്തമാനം എത്തിയ സമയം അവന് 5 വയസ്സായിരുന്നു. അപ്പോൾ അവൻ്റെ ധാത്രി അവനെ എടുത്തുകൊണ്ട് ഓടി. അവൾ ബന്ധപ്പെട്ട് ഓടുമ്പോൾ അവൻ വീണു മുടന്തനായിപ്പോയി. അവന് മെബീബോശത്ത് എന്നു പേർ. ബെരോത്യൻ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബും ബാനായും വെയിൽ മൂത്തപ്പോഴേക്ക് ഈശ്ബോഷത്തിന്റെ വീട്ടിൽ ചെന്നെത്തി. അവൻ ഉച്ചസമയത്ത് ആശ്വസിച്ച് കിടക്കുകയായിരുന്നു. അവർ കോതമ്പ് എടുപ്പാൻ വരുന്ന ഭാവത്തിൽ വീട്ടിൻ്റെ നടുവിൽ കടന്ന് അവനെ വയറ്റത്ത് കുത്തി. രേഖാബും സഹോദരനായ ബാനായും ഓടിപ്പോയി കളഞ്ഞു. അവർ അകത്തു കടന്നപ്പോൾ അവൻ ശയനഗ്രഹത്തിൽ കട്ടിലിന്മേൽ കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവർ അവനെ കുത്തിക്കൊന്ന് തല വെട്ടിക്കളഞ്ഞു. തലയും എടുത്ത് രാത്രി മുഴുവൻ അരാബായിൽ കൂടി നടന്നു. എബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഈശ്ബോഷത്തിന്റെ തല കൊണ്ടുവന്ന് രാജാവിനോട്, നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കിയ നിന്റെ ശത്രുവായ ശൗലിന്റെ മകൻ ഈശ്ബോഷത്തിന്റെ തല ഇതാ. ഇന്ന് യജമാനായ രാജാവിനു വേണ്ടി ശൗലിനോടും അവന്റെ സന്തതിയോടും യഹോവ പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ ദാവീദ് ബെരോത്യനായ റിമ്മോന്റെ പുത്രന്മാരായ രേഖാബിനോടും അവൻ്റെ സഹോദരൻ ബാനായോടും ഉത്തരം പറഞ്ഞത്, എൻ്റെ പ്രാണനെ സകല ആപത്തിൽ നിന്നും വീണ്ടെടുത്ത യഹോവയാണ്. ശൗൽ മരിച്ചുപോയി എന്നൊരുത്തൻ എന്നെ അറിയിച്ച് തൻ ശുഭവർത്തമാനം കൊണ്ടുവന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ
ഞാൻ അവനെ പിടിച്ച് സിഗ്ലാഗിൽ വെച്ച് കൊന്നു. ഇതായിരുന്നു ഞാൻ അവൻ്റെ വർത്തമാനത്തിനു വേണ്ടി അവന് കൊടുത്ത പ്രതിഫലം. എന്നാൽ ദുഷ്ടന്മാർ ഒരു നീതിമാനെ അവൻ്റെ വീട്ടിൽ മെത്തയിൽ വെച്ച് കൊല ചെയ്താൽ എത്രയധികം! ഞാൻ അവൻ്റെ രക്തം നിങ്ങളോട് ചോദിച്ച് നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയാതിരിക്കുമോ? പിന്നെ ദാവീദ് തൻ്റെ ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തു. അവർ അവരെ കൊന്ന് അവരുടെ കൈകാല് വെട്ടി അവരെ ഹെബ്രോനിലെ കുളത്തിനരികെ തൂക്കിക്കളഞ്ഞു. ഈശ്ബോഷത്തിൻ്റെ തല അവർ എടുത്ത് ഹെബ്രോനിൽ അബ്നേരിൻ്റെ ശവക്കുഴിയിൽ അടക്കം ചെയ്തു.